ഹായ് നൈസാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ലെതർ ടൈപ്പ് ഗ്രാനൈറ്റ്സ് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഏതിലാണെങ്കിലും ടൈൽസ് ആണെങ്കിലും മാർബിൾ ആണെങ്കിലും ഗ്രാനൈറ്റ് ആണെങ്കിലും ഒക്കെ ഇപ്പോൾ നമുക്ക് സ്റ്റെയർ കേസിന് ഒരു റഫ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതിനകത്ത് വരുന്നൊരു ഫ്ലവർ ടൈപ്പ് ഡിസൈനാണ് ഇത്. ബ്ലാക്ക് കളറിനകത്ത് ഒരു സിൽവർ ടൈപ്പ് വരുന്ന ഡിസൈൻസ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ഇപ്പോൾ സ്റ്റോക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഞാനത് ഇറങ്ങിയിട്ട് എനിക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ലെങ്ത്തും അതുപോലെ തന്നെ നീളമൊക്കെ എല്ലാ വീതിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, കാരണം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ബ്ലാക്കിനകത്ത് കണ്ടോ ഒരു സിൽവർ കളറായിട്ട് ഫ്ലവർ ടൈപ്പ് ഡിസൈൻ വരുന്ന മോഡലാണ്. വളരെ ഭംഗിയുള്ള ഡിസൈൻ കേട്ടോ. നമുക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ വിറ്റ് പോകാറുണ്ട് ഈ മെറ്റീരിയൽ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. കണ്ടോ മാറ്റ് ആകുമ്പോൾ എന്താ പറയുക, പെട്ടെന്ന് ഈ ഫ്രണ്ടിലെ സ്റ്റെപ്പിന് അതുപോലെ തന്നെ സ്റ്റെയർ കേസിന് ഇതിനൊക്കെ വഴുക്കുന്നുള്ള പേടിയുള്ളവർക്കൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പത്തടി ഉണ്ടോ? 10 അടി കൂടുതൽ നീളം കേട്ടോ. ഏകദേശം അത്യാവശ്യം നീളത്തിലുള്ള സ്ലാബാണ്. 10 അടി അല്ലേ? 10 അടി നീളം. വീതിയോ 3.4 അടി. അപ്പോൾ സ്റ്റെയർ കേസിന് കറക്റ്റായിട്ട് വരുന്ന സൈസിലാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ ലെതർ ടൈപ്പ് വരുന്നുണ്ട്. രണ്ട് ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ കയ്യിൽ എത്തും കേട്ടോ. അപ്പോൾ ഞാൻ അതും വീഡിയോ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ച് അന്വേഷിക്കാറുണ്ട് ഈ മെറ്റീരിയൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. സോ അവർക്ക് എല്ലാവർക്കും നമുക്ക് പേഴ്സണലായിട്ട് റിപ്ലൈ കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത് കേട്ടോ. ഈ കാണുന്ന മെറ്റീരിയലും അത് തന്നെയാണ് കേട്ടോ. ഈ കാണുന്ന മെറ്റീരിയലെല്ലാം അത് തന്നെയാണ്. കണ്ട അതിൻ്റെ ടെക്സ്ചറും ഡെപ്തും കാര്യങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾ? ഈ ഒരു സ്ലാബ് കൂടെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എനിക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞുതരാം. ഇത്തിരി വെള്ളം എടുത്ത് കൊടുന്നടാ. അതിന്മേൽ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ഞാൻ കഴുകി കളഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ കുറച്ചുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ മെറ്റീരിയൽ കേട്ടോ. ബ്ലാക്കിനകത്ത് സിൽവർ കളറിൽ ഡിസൈൻസ് വരുന്ന ഫ്ലവർ ടൈപ്പ്, അത്യാവശ്യം വലിയ ഫ്ലവർ ആട്ടോ വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് എല്ലാവരും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ പൊടിയാണ്. ഇത് വെള്ളം ഒഴിച്ച് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പനിയിടാലോ. നമ്മൾ വീടിനകത്ത് വിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫിനിഷിങ്ങിലാണ് കാണാൻ പറ്റും കേട്ടോ. മൊത്തമായിട്ട് കണ്ടോ, വളരെ ഭംഗിയുള്ള ഡിസൈനാണ്. ഒരു ഫ്ലവർ ടൈപ്പ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഏകദേശം 10-10.5 അടിയോളം നീളത്തിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 3-3.4 അടിയോളം വീതിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെയർ കേസിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള സൈസിലാണ്. അപ്പോൾ 3-3.4 കൂടുതലാണ് വരുന്നതെങ്കിൽ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അതല്ല 3-3.4 ആണെങ്കിൽ നമുക്ക് വീതിക്ക് തന്നെ ഓരോ അടി പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ടിലെ സ്റ്റെപ്പിനും കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽപ്പെട്ട മെറ്റീരിയൽസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കൊടുത്ത നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ.